നമസ്കാരം. മെഡിസിൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രമേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രമേഹ രോഗികൾ, വീട്ടിൽ ഒരു പ്രമേഹ രോഗി ഇല്ലാത്ത ഒരു വീട് കേരളത്തിൽ ഇപ്പോൾ കുറവാണ്. പണ്ട് കാലത്ത് വയസ്സായ ആളുകളിൽ വന്നിരുന്ന പ്രമേഹം ഇപ്പോൾ കുട്ടികളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാരിലുണ്ട്, അഡൽട്ട്സിലുണ്ട്, യങ്ങർ അഡൽട്ട്സിലുണ്ട്. 30 വയസ്സിന് മുന്നൊക്കെ പ്രമേഹം വരുന്ന ആളുകൾ വളരെ കൂടുതലാണ്. പ്രമേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനും അതിനനുസരിച്ച് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫിനോടൈപ്പിൽ പറഞ്ഞ പോലെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ ഒരു പരിധിയിൽ വിട്ട് കൂടുതൽ നിൽക്കുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ ഇത് എന്തുകൊണ്ട് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ പാത്തോജനിസിസ് അനുസരിച്ചാണ് ഈ ഡയബറ്റീസിൻ്റെ പ്രമേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ അത് പ്രമേഹത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. അതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയും. എങ്ങനെ ഇത് ഉണ്ടാകുന്നു എന്നതിനനുസരിച്ചാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പണ്ട് കാലത്ത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്നൊക്കെ ഈ രീതിയിലായിരുന്നു ക്ലാസിഫിക്കേഷൻ. ഇൻസുലിൻ എടുക്കുന്ന ആളാണെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, മരുന്ന് കഴിച്ചിട്ട് ഷുഗർ കുറയ്ക്കുന്ന ആളാണെന്ന് വെച്ചാൽ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്നൊക്കെയാണ് പണ്ട് കാലത്ത് പറഞ്ഞായിരുന്നത്. അതുപോലെ തന്നെ ഏജ് ഓഫ് ഓൺസെറ്റ്, ഇപ്പോൾ ചെറുപ്പക്കാരിൽ വന്നാൽ അത് ടൈപ്പ് 1 ഡയബറ്റീസ്, വയസ്സായ ആളിൽ വന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്നാണ് പണ്ട് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ചെറുപ്പക്കാരിൽ ഇൻസുലിൻ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നുണ്ട്, പ്രായമുള്ള ആളുകളിൽ ചിലപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നുണ്ട്. കാര്യം അതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ കുറവാണെങ്കിൽ കൂടിയും കാലഘട്ടം മാറിയപ്പോൾ പ്രമേഹത്തിൻ്റെ ആ ഒരു പാറ്റേണും മാറി. അപ്പോൾ അതിലെ ക്ലാസിഫിക്കേഷൻ പ്യൂർലി അതിൻ്റെ പാത്തോജനസിസ് വെച്ചാണ് ഇപ്പോൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റ സെൽസ് അതാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗനാണ്, ഒരു ഗ്ലാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എക്സോക്രൈൻ ഓർഗൻ എന്ന് പറയാം. നമ്മുടെ ദഹനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഓർഗനാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ ജ്യൂസ് ഉണ്ടായിട്ട് അതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ, പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ്, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിലുള്ള ഇതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന പാൻക്രിയാസിൻ്റെ പാൻക്രിയാറ്റിക് ജ്യൂസാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുപോലെ തന്നെ പാൻക്രിയാസിന് എക്സോക്രൈൻ, എൻഡോക്രൈൻ ഫങ്ഷൻസ് ഉണ്ട്, അതായത് ഹോർമോണൽ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ പാൻക്രിയാസിൽ ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റ സെൽസ് ഉണ്ട്, വേറെയും പല രീതിയിലുള്ള സെൽസ് ഉണ്ട്. അതിലുള്ള ബീറ്റ സെൽസാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബീറ്റ സെൽസിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടായി, ആ ആൻറ്റിബോഡീസ് ബീറ്റ സെൽസിനെ നശിപ്പിക്കുന്ന അവസ്ഥ, അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഈ ആൻറ്റിബോഡീസ് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പ്രോസസ്സാണ്. എന്തോ കാരണം കൊണ്ട്, എന്തോ ജനിതകപരമായിട്ടുള്ള കാരണം കൊണ്ട് ഓട്ടോ ആൻറ്റിബോഡി ഉണ്ടായിട്ട് ബീറ്റ സെൽസിനെ നശിപ്പിച്ച്, ബീറ്റ സെൽസ് ഒരു 80% നശിച്ച് കഴിയുമ്പോൾ തന്നെ ഇൻസുലിൻ്റെ അളവ് നന്നായിട്ട് കുറയും. ഈ ഓട്ടോ ആൻറ്റിബോഡി ശരീരത്തിലുള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് 100% ബീറ്റ സെൽസിനെ നശിപ്പിച്ച് ഇൻസുലിൻ ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ ഒരവസ്ഥയിൽ പേഷ്യൻറ്റിനെ നമ്മൾക്ക് ഇൻസുലിൻ കൊടുത്തിട്ട് ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഓട്ടോ ആൻറ്റിബോഡി കാരണം നമ്മുടെ ശരീരത്തിൽ ബീറ്റ സെൽസ് നശിച്ചുണ്ടാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ 30 വയസ്സിന് മുന്നാണ് ഇതിൻ്റെ ഓൺസെറ്റ്. പക്ഷേ ഇപ്പോൾ 10% ടൈപ്പ് 1 ഡയബറ്റീസും 30 വയസ്സിന് ശേഷം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഏജ് ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്കിതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ചെറുപ്പക്കാരിൽ തന്നെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. 30 വയസ്സിന് മുന്നേ ഈ ഒരു പ്രയാസം തുടങ്ങിയിരിക്കും, ഇൻസുലിൻ ഡിപ്പെൻഡൻസി വന്നിരിക്കും, ഓൾമോസ്റ്റ് ശരീരത്തിൽ ഒട്ടും ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. നമുക്കൊരു ദിവസം വേണ്ട ഇൻസുലിൻ ഫുള്ളായിട്ട് ഇഞ്ചെക്റ്റബിൾസ് ആയിട്ട് കൊടുക്കേണ്ടിയും വരും. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇനി അടുത്ത ഒരു ഫിനോടൈപ്പ് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതിലെ പ്രത്യേകത നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനെതിരെ
നമ്മുടെ ശരീരത്തിന് ആ ഇൻസുലിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ അത് സാധാരണ മെറ്റബോളിക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതായത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒബീസിറ്റി, പ്രഷർ, BP, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടുക, ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ കൂടി എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിലാണ് ഇൻസുലിൻ ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പതിയെ പതിയെ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ്റെ അളവ് കുറയും. പാൻക്രിയാസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ കുറേയധികം ഇൻസുലിനെ ആദ്യം ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ കുറേ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ ഇൻസുലിൻ കുറേ ഉണ്ടെങ്കിലും ശരീരത്തിലുണ്ടെങ്കിലും അതിനെ ഉപയോഗിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. അവസാനം പാൻക്രിയാസിലെ സെൽസ് എല്ലാം ബേൺഡ് ഔട്ടായിട്ട് പ്രൊഡക്ഷൻ കുറയും. അതുപോലെ തന്നെ ലിവറിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ലിവറിനകത്ത് നിന്നും ഗ്ലൂക്കോനിയോജെനിസിസ്, പുതിയതായിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഈ 3 പ്രശ്നങ്ങൾ, ഇത് 3 കൂടി ചേരുമ്പോഴാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത് 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സിലേക്കാണ് ഇതിൻ്റെ ഓൺസെറ്റ് വരുന്നത്, തുടക്കം വരുന്നത്. പക്ഷെ ഇപ്പോൾ ചെറിയ കുട്ടികളിൽ, അഡോളസെൻസിൽ, ഒബീസായിട്ടുള്ള അഡോളസെൻസിൽ, യങ് അഡൽട്സിൽ എല്ലാവരിലും ടൈപ്പ് 2 ഡയബറ്റീസ് കാണുന്നുണ്ട്. പലരും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അന്തം വിട്ടു പോകും, ഡയബറ്റിക് ആയിരിക്കും, ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും. അപ്പോൾ അതാണ് വേറൊരു ഡയബറ്റീസ്. ഇനി അതുപോലെ വേറെ സ്പെഷ്യലായിട്ടുള്ള ജെനറ്റിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് മൂലം ഉണ്ടാകുന്ന ഒരു ഡയബറ്റീസിനെ കുറിച്ച് ഞാൻ പറയാം. അതാണ് മോഡി, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. അതായത് നമ്മളെ 25 വയസ്സിന് മുന്നേ പ്രമേഹം വരുന്നൊരവസ്ഥയാണിത്. മോഡി എന്ന് പറയപ്പെടുന്ന ഇതൊരു ജീനിൽ വരുന്ന മാറ്റം കാരണമാണ്. ഗ്ലൂക്കോകൈനേസ് എന്നറിയപ്പെടുന്ന ജീനിലെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു തലമുറയിൽ നിന്നും വേറൊരു തലമുറയിലേക്ക് എന്തായാലും ട്രാൻസ്മിഷൻ നടക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഓട്ടോസോമൽ ഡോമിനൻ്റ്. ഒരു ജീൻ മതി, 2 പെയറിൽ ഒരു പെയർ പോസിറ്റീവ് ആയാൽ മതി, സംഭവം ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ വളരെ ഫാമിലിയലായിട്ട് കണ്ടുവരുന്ന 25 വയസ്സിന് മുന്നേ ഓൺസെറ്റ് വരുന്ന നല്ലപോലെ ഡയബറ്റീസ്, ഇൻസുലിൻ്റെ അളവ് കുറയുന്ന, ഷുഗർ കൂടിപ്പോകുന്ന അവസ്ഥയാണ് മോഡി എന്നറിയപ്പെടുന്ന ഈ ഒരു ഡയബറ്റീസ്. ഇതൊരു ജീൻ മ്യൂട്ടേഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്, ഫാമിലിയിൽ സ്ട്രോങ് ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് മോഡി, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ്. വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് പാൻക്രിയാസിൻ്റെ അസുഖം മൂലം. ഞാൻ നേരത്തെ പറഞ്ഞു, പാൻക്രിയാസിലെ ബീറ്റാ സെൽസിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. ആ പാൻക്രിയാസിൽ വരുന്ന അസുഖം റിക്കറൻ്റ് ആയിട്ട് പാൻക്രിയാറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ബീറ്റാ സെൽസിൻ്റെ പാൻക്രിയാസിൽ കാൽസിഫിക്കേഷൻ വരും, പാൻക്രിയാസിലെ സെൽസിൽ അട്രോഫി വരും. അപ്പോൾ അതിലെ ബീറ്റാ സെൽസും അതോടൊപ്പം നശിച്ചു പോകും. അങ്ങനെ പാൻക്രിയാറ്റിക് കാൽസിഫിക്കേഷൻ വരുന്ന അവസ്ഥ ക്രോണിക് കാൽസിഫിക് പാൻക്രിയാറ്റൈറ്റിസ്. അത് മദ്യം കുടിച്ചിട്ടുണ്ടാകാം, അല്ലാതെ റിക്കറൻറ്റ് പാൻക്രിയാറ്റൈറ്റിസ് വരുന്ന ഓട്ടോസോമൽ ഡോമിനൻ്റ് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ ചില സിൻഡ്രോംസ് മൂലം, സ്പിങ് മ്യൂട്ടേഷൻസ്, അതൊക്കെ മൂലം ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് പാൻക്രിയാറ്റൈറ്റിസ് വന്നാൽ ഇതേപോലെ ഡയബറ്റീസ് ഭാവിയിൽ വരും. അത് പാൻക്രിയാറ്റിക് ഡയബറ്റീസ് എന്ന് പറയും, ബ്രിട്ടിൽ ഡയബറ്റീസ് എന്ന് പറയും. അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നറിയപ്പെടുന്ന ഒരു ജനിതക അസുഖത്തിലും പാൻക്രിയാറ്റൈറ്റിസ് വന്ന് ഈ പാൻക്രിയാസിൽ ഈ ഡയബറ്റീസ് ഉണ്ടാകാം. പിന്നെ പാൻക്രിയാസിന് എന്തെങ്കിലും അസുഖം മൂലം റിസെക്റ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ അതിലും നമുക്ക് ഇൻസുലിൻ സെക്രീഷൻസ് കുറഞ്ഞ് ഡയബറ്റീസ് വരാം. ഹീമോക്രോമറ്റോസിസ് എന്നറിയപ്പെടുന്ന അയണിൻ്റെ സ്റ്റോറേജ് ഡിസോർഡറിലും പാൻക്രിയാസിൻ്റെ മാൽഫങ്ഷൻ മൂലം നമുക്ക് ഡയബറ്റീസ് വരാം. അപ്പോൾ ഇത് വേറൊരു ഗ്രൂപ്പ്, ഡയബറ്റീസ് വരാനുള്ള വേറൊരു ഗ്രൂപ്പ്. ഇനി ചില മരുന്നുകളുടെ ഉപയോഗം മൂലം ഡയബറ്റീസ് വരാം. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, സ്റ്റിറോയിഡ്സ്. അത് ഹൈ ഡോസ് ഉപയോഗിക്കേണ്ടി വന്നാൽ ചില ആളുകളിൽ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാം. അത് സ്റ്റിറോയിഡ് ഇൻഡ്യൂസ് ഡയബറ്റീസ് ആണ്. സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ, ഉപയോഗം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നോർമൽ സ്റ്റേജിലോട്ട് പോവുകയും ചെയ്യും. ഇനി നമ്മുടെ ശരീരത്തിലെ ചില വേറെ അവയവങ്ങളിലുണ്ടാകുന്ന
ചില ഹോർമോൺസിൻ്റെ വ്യതിയാനം മൂലം ഡയബറ്റീസ് വരാം. അപ്പോൾ അതിലേറ്റവും പ്രധാനം നമ്മളുടെ കുഷിങ് സിൻഡ്രോം, എൻഡോജിനസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിറോയിഡ്സിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് കുഷിങ് സിൻഡ്രോം. കുഷിങ് സിൻഡ്രോമിലും നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും, പേഷ്യൻ്റ് ഡയബറ്റിക് ആയിരിക്കും. അതുപോലെ ഡയബറ്റീസിൻ്റെ ഷുഗറിൻ്റെ അളവ് കൂടുന്ന വേറൊരു സംഭവമാണ് തൈറോയ്ഡ് ടോക്സിക്കോസിസ്, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന അവസ്ഥ. അതിലും ചിലപ്പോൾ ഷുഗറിൻ്റെ അളവ് കൂടി പ്രമേഹത്തിലോട്ട് പോയേക്കാം. ഇനി പാൻക്രിയാസിൽ തന്നെ ഇൻസുലിനെ കൗണ്ടർ ചെയ്യാനുള്ളൊരു ഹോർമോണുണ്ട്, ഗ്ലൂക്കഗോൺ എന്നാണ് അതിനെ പറയുന്നത്. ഗ്ലൂക്കഗോൺ ഹോർമോൺ, ഇൻസുലിൻ ഷുഗറിനെ കുറയ്ക്കുമ്പോൾ ഗ്ലൂക്കഗോൺ ഷുഗറിനെ കൂട്ടും. അപ്പോൾ ബ്ലഡിലെ ഷുഗറിൻ്റെ ബാലൻസ് നിലനിർത്താനായിട്ട് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒരു ബാലൻസിൽ പോകണം. പാൻക്രിയാസിലെ ഗ്ലൂക്കഗോണിനെ മാത്രം സെക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ, ഗ്ലൂക്കഗോണോമ എന്നറിയപ്പെടുന്ന ഒരു ട്യൂമറിലാണ്, ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമറിൽ ഇങ്ങനെ ഗ്ലൂക്കഗോൺസ് സെക്രീഷൻസ് കൂടും. ആ സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അതിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻഡോക്രൈൻ പത്തോളജി തന്നെയാണിത്. ഇനി പ്രമേഹം ഉണ്ടാകുന്ന ഒരു സംഭവം പ്രഗ്നൻസിയിലാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 2ാമത്തെയും 3ാമത്തെയും ട്രൈമെസ്റ്ററിൽ, അതായത് 12 ആഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗർഭിണിയായ ഒരു യുവതിയിൽ ഷുഗറിൻ്റെ അളവ് കൂടിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഒരു കോംപ്ലക്സ് മെറ്റബോളിക് ഇഷ്യൂസ് മൂലമാണ് ഇതുണ്ടാകുന്നത്. അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവരത് ഷുഗർ നോർമലാവുകയും ചെയ്യും. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് ചിലപ്പോൾ ഇൻസുലിൻ കൊടുക്കേണ്ടി വന്നേക്കാം, ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രമേഹത്തിനാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ പ്രത്യേകത, ഡെലിവറി കഴിയുമ്പോൾ സംഭവം നോർമലായെങ്കിൽ കൂടിയും അതിനുശേഷം ഇവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 30-40% ആളുകളിലും ടൈപ്പ് 2 ഡയബറ്റീസ് വന്നേക്കാം. 25 വയസ്സിൽ ഇവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായെങ്കിൽ 35 വയസ്സ് 40 വയസ്സാകുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലാണ്. അത് കാരണം ഗർഭാവസ്ഥയിൽ ഡയബറ്റീസ് വരുന്ന ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസിൽ ഓരോ 3 വർഷം കൂടുമ്പോൾ ഇവർ ഷുഗർ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യണം. 25 വയസ്സിൽ കണ്ടുപിടിച്ചാൽ 28 വയസ്സിൽ, 30-31 വയസ്സിൽ, അങ്ങനെ ഓരോ 3 വർഷത്തും ഷുഗറിൻ്റെ ടെസ്റ്റുകൾ ഇവർ ചെയ്ത് നോക്കണമെന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അത്ര സിമ്പിളൊന്നുമല്ല. ഇനിയും കുറേ സംഭവങ്ങളുണ്ട്, പലതും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പലർക്കും ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്രദമെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.